ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയും അമ്മയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ വൈജ പറയുന്നുണ്ട് അവൾ നശിച്ചു പോകുന്നു. പക്ഷേ അമ്മ പറയാണ്, എടി നീ ഇങ്ങനെ നിൻ്റെ നാവ് പുഴുത്തു പോകും, നീ ഇങ്ങനെ പ്രാഗൊന്നും ചെയ്യരുതെന്ന് പറയാ. ഓ അത് ശരി, നിങ്ങൾക്കൊക്കെ അവളോടാണല്ലോ കൂടുതൽ സ്നേഹം. എടി എനിക്ക് നിന്നോട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും കൊണ്ട് എന്നെ ശപിക്കുന്ന എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അവളല്ലേമേ എൻ്റെ നാശത്തിന് നാരായ വേരുള്ളത്. അവളല്ല, നിൻ്റെ നാശത്തിൻ്റെ വേര് മുതൽ നിൻ്റെ മനസ്സ് മുഴുവൻ തന്നെയാണ്. അല്ലാതെ അവളെ എന്തിനാ കുറ്റം പറയുന്നത്? കരിച്ച് കളയടി നിൻ്റെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ നിൻ്റെ ജീവിതമേ കരിന്തിരി കത്തിപ്പോ. ഓ നാശം പിടിക്കാൻ ഞാൻ എന്തിനാ അമ്മയുടെ വാരിക്കണം കേൾക്കുന്നത്? പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇങ്ങോട്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന്. ശരി ചെല്ല്, പോയിട്ട് നല്ല എളിമയോടും വിനയത്തോടു കൂടിയും ജീവിക്കാൻ നോക്ക്. അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്ത പാപത്തിന് എല്ലാം ക്ഷമിക്കണമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. ഓ അമ്മയുടെ ഉപദേശത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തികഞ്ഞു. ഞാൻ പോവാം, പിന്നെ ഞാൻ ഇടയ്ക്ക് വന്നോളാം കേട്ടോ. ഞാനല്ലേ ഉള്ളൂ നേരെ വേണം നോക്കണമെങ്കിൽ എന്ന് പറഞ്ഞ് വൈജ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശിക്ക് നല്ല വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനോട്, ദൈവമേ അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേന്ന്. നമ്മുടെ ബാലചന്ദ്രൻ അലീനയും കൊണ്ട് പോകുന്ന വഴി കുളത്തൂപ്പുഴ എത്താറായി. ഇനിയുണ്ട് കുറച്ച് ദൂരം. എന്നാലും ബാലചന്ദ്രൻ വണ്ടി ഒതുക്കാണ് കേട്ടോ. അലീന ചോദിക്കണേ, എന്താ അച്ഛാ ചെറിയൊരു ക്ഷീണം പോലെ തോന്നുന്നുണ്ടോ? അയ്യോ ആണോ? എന്തായാലും ഇത്രയും ദൂരം ഒരേ കണക്കിരുന്ന് വണ്ടി ഓടിച്ചില്ലേ, നമുക്കൊന്ന് കൈയും കാലൊക്കെ നൂത്തൊന്ന് റെസ്റ്റ് എടുത്താലോ എന്നും പറഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അലീന ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തോ പ്രശ്നമുണ്ടല്ലോ, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? മുഖം കണ്ടാൽ അറിയാം എന്തോ ടെൻഷൻ ഉള്ളതുപോലെ ഉണ്ട്. എന്നെ ഓർത്തിട്ടാണോ അച്ഛാ? അതെ നിന്നെ ഓർത്തിട്ട് തന്നെയാണ്. എന്ത്? അല്ല, ഏതെങ്കിലും ദിവസം നിന്നോട് ഞാൻ ഒരു സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? ഇല്ല അച്ഛാ, അങ്ങനെ ആരെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. അത് നമ്മുടെ ഗംഗേട്ടനില്ലേ, വൈജയുടെ സഹോദരൻ, ഗംഗേട്ടനോട് ആർമിയിലുണ്ടായിരുന്ന ആളാ. ഓ അത് ശരി. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല, അങ്ങനെ എത്രയോ പേര് അദ്ദേഹത്തിനോട് ജോലി ചെയ്തിട്ടുണ്ടാവും. എന്താ അച്ഛാ? അതല്ല, അന്ന് ആഗ്രയിൽ വെച്ച് വൈജ ഗംഗേട്ടനോടൊപ്പം ആയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഈ ഗംഗേട്ടൻ്റെ സബോർഡിനേറ്റ് ആയിരുന്നു ഈ പറയുന്ന സ്റ്റാൻലി ജോസഫ്. അങ്ങോട്ടാണ് വൈജ അന്ന് വന്നത്. ആ സമയത്ത് മാലതി എട്ടിയുടെ പ്രസവവും കാര്യങ്ങളുമായിട്ട് അവർക്ക് നാട്ടിലേക്ക് പോവേണ്ടി വന്നു. ഗംഗേട്ടനും കൂടെ ഉണ്ടായിരുന്നേ. അന്നേരം നമ്മുടെ വൈജയ്ക്ക് അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി വാങ്ങിക്കൊടുത്തതും ഈ സ്റ്റാൻലി ജോസഫാണ്. അത് കഴിഞ്ഞ് ഇവർ പോയതിന് ശേഷം വൈജയ്ക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാൻ പറ്റിയില്ല. കാരണം അവിടെ സ്കൂളിൽ ജോലിയുണ്ടല്ലോ, ആ പേര് പറഞ്ഞ് വൈജ അവിടെ നിൽക്കായിരുന്നു. അപ്പോൾ അതിനടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിൽ തന്നെ ഈ സ്റ്റാൻലി ജോസഫ് വൈജയന്തിക്ക് ഒരു റൂമും വീടും ഒക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഇപ്പോൾ വൈജയെ നോക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ തന്നെ ഇവർ ലിവിങ് ടൂതറായിരുന്നു അന്ന് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റാൻലി ജോസഫ് ആരാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായി കാണൂലല്ലേ? അന്ന് വൈജ ആരെയോ ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരാൾ തന്നെയാണ് ഈ ഒരു സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പോൾ അലീനയുടെ മുഖം വല്ലാതെ ആവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം വൈജയന്തിയും ഇയാളും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ചില ആളുകൾ ഗംഗേട്ടനെ വീട്ടുകാരെയൊക്കെ വിളിച്ചറിയിച്ചു, ആരോ ഒറ്റ കൊടുത്താന്ന് തോന്നുന്നു. അങ്ങനെ അയാൾ അവിടെ ഇല്ലാതിരുന്ന സമയത്ത് വീട്ടിലോ എന്തോ പോകുന്ന സമയത്താണ് ഒരു ദിവസം ആരും അറിയേണ്ട വൈജയെ ഇവരെല്ലാവർക്കും ചെന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് വരിക ചെയ്തത്. നാട്ടിലേക്ക് വന്നപ്പോഴാണ് അറിയണത് വൈജ അന്നേരം പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അലീന ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുക കേട്ടോ. എന്നിട്ട് പിന്നീട് അദ്ദേഹത്തിന് വൈജയെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റില്ല. അതോടെ എല്ലാം തീർന്നു. എന്തൊക്കെയാ അച്ഛാ ഈ പറയുന്നത്? മൊബൈൽ ഫോണൊക്കെ ഇല്ലേ? അല്ലെങ്കിൽ ഇവിടെ വന്നൊക്കെ അന്വേഷിക്കാമായിരുന്നില്ലേ? അന്ന് ആരും അങ്ങനെ അന്വേഷിച്ചിട്ടില്ലേ? അപ്പം അന്വേഷിച്ചിട്ട് അന്ന് അങ്ങനെയല്ല, മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കട്ട് ചെയ്തു ഇവർ. പിന്നെ അയാളും വൈജയായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും ഇവർ അവസാനിപ്പിച്ചു. അപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചില്ലേ? അയാൾ ഇവിടെ വന്ന് ഒത്തിരിയൊക്കെ അന്വേഷിച്ചു. പക്ഷേ ആരും ഒന്നും കാണാനോ ഒന്നിനും സമ്മതിച്ചില്ല. പിന്നെ വേറൊന്നിനെക്കുറിച്ചും അയാൾ പിന്നീട് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെയാണ് അയാൾ എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞത്? എന്നോട് പറഞ്ഞു എന്ന്. അപ്പത്തിന് അലീന ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അച്ഛൻ അയാളെ കണ്ടോ എന്നുള്ള രീതിയിൽ അലീന ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അയാളെ ശരിക്ക് പിടിച്ചു, സത്യാവസ്ഥകൾ എന്നെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു. അപ്പോൾ അച്ഛൻ നേരിട്ട് കണ്ടെന്നാണോ പറയുന്നത്? എനിക്ക് വിവരങ്ങൾ അറിയണ്ടേ മോളെ, അതുകൊണ്ട് ഞാനെല്ലാം അന്വേഷിച്ചു കണ്ടുപിടിച്ചു. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, അത് ആ സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പോയി അന്വേഷിച്ചു. പക്ഷേ അച്ഛൻ കണ്ടിരുന്നോ?
ഞാൻ പോയിരുന്നു, കണ്ടിരുന്നു. അയാളോട് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉണ്ടായപ്പോൾ ഉള്ള ബന്ധത്തിലുള്ള ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പം നിനക്ക് മനസ്സിലായി കാണുമോ ഈ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന്? മനസ്സിലായച്ചാ, എൻ്റെ പപ്പയാ എന്നും പറഞ്ഞ അലീന പെട്ടെന്ന് അങ്ങ് കരയാണ് കേട്ടോ. എന്നിട്ട് പറയാം, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുളത്തൂപ്പുഴയിലെ ഒരു പ്ലാന്ററിനെ കുറിച്ച്, അയാൾ ആണ് ഈ പറഞ്ഞ സ്റ്റാൻലി ജോസഫ്. പിന്നെ നിന്നെ അദ്ദേഹം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ അങ്ങോട്ടേക്കാണ് കൊണ്ടുവിടുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന അവിടെ നിന്ന് കരയാണ്. ആ സമയത്താണ് നമ്മുടെ വൈജ അവിടെ നിന്ന് കൊല്ലപ്പള്ളിയിൽ നിന്ന് നേരെ കടപ്പാട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. അപ്പോൾ മനു തന്നെയാണ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഗംഗാധരൻ. പോകുന്നൊക്കെ കൊടുത്തിട്ട് പോകുന്നൊക്കെ കൊള്ളാം. അപ്പോൾ ബാലചന്ദ്രനോട് നല്ല രീതിയിലൊക്കെ നീ ഇടപെടണം. പിന്നെ അപ്പോൾ കമല പറഞ്ഞിട്ടുണ്ട്, നീ ചെല്ല്, ഇടയ്ക്ക് ഞാൻ വരാം. കമലയെടുത്തി കൂടെ വന്നിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായിനെ എന്നിങ്ങനെ പറയാനുണ്ട് നമ്മുടെ വൈജ. അന്നേരം നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ ആവട്ടെ, അവിടെ നിൻ്റെ മകനുണ്ടല്ലോ, മക്കളൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ പോകാൻ നോക്ക്. ബാലചന്ദ്രനായിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ. എന്താ ഗംഗേട്ടാ ഇപ്പോഴും ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയണം. നിങ്ങളെല്ലാവരും ആ സൈഡാ, പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യും, മനുവിന് വർക്കില്ലല്ലോ, മനു തന്നെ കൊണ്ടുവിട്ടോട്ടെ. അപ്പോൾ മനു പറയാം, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെങ്കിൽ മനു വരണ്ട, ഞാൻ പൊക്കോളാം. ഇനിയിപ്പോൾ നിൻ്റെ ആളുകളൊന്നും അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലേ കൊണ്ടുവിടാമെന്ന്, ആൻറ്റി ഇങ്ങോട്ട് വന്നേ. അങ്ങനെ വൈജ അങ്ങോട്ട് ഇറങ്ങട്ടോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് വിളിക്കണമെന്ന് പ്രത്യേകം പറയുകയാണ് നമ്മുടെ ഗംഗാധരൻ. നീ പറഞ്ഞതുപോലെ അലീന അവിടെ നിന്ന് പോയിട്ടുണ്ട്, ഇനി ആ പേരും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചാണ് പറഞ്ഞു വിടുന്നത് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് അലീന നിന്ന് കരയാണ് കേട്ടോ. ബാലചന്ദ്രന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണത്, നീ എന്തിനാ കരഞ്ഞത്? കരയേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞെത്തോ? എവിടെയെങ്കിലും ഒരു അമ്മയുണ്ടെങ്കിൽ ഒരു അച്ഛനും ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് നിനക്ക് ചിന്തിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അലീന പറഞ്ഞിട്ടുണ്ട്, അതല്ല അച്ഛാ, അച്ഛനിതെല്ലാം അറിയായിരുന്നിട്ടും എല്ലാം എന്നോട് മറച്ചു വെച്ചില്ലേ, എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ഒരു വിഷമം പോലെ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഓരോന്നും ചെയ്യുന്നത്, അല്ലാതെ നിൻ്റെ ദോഷത്തിന് വേണ്ടിയിട്ടാണോ? എനിക്ക് ഇപ്പം തന്നെ ഇത് പറഞ്ഞ എന്തിനാണെന്നറിയോ? നീ പെട്ടെന്നൊരു ദിവസം അവിടെ ചെന്ന് കയറിയിട്ട്, സ്റ്റാൻലി ജോസഫ് ഇതാണ് നിങ്ങളുടെ മകള്, നിങ്ങളായി നിങ്ങളുടെ പാടായി, എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, നിങ്ങളുടെ മകളെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ നിന്നെ? ഇല്ല. അതുകൊണ്ട് നിന്നെ ഉത്തരവാദിത്തമുള്ള ഒരാളിനെ ഏൽപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിന്നോട് ഇത് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ ചെന്ന് കയറി ഉടനെ ഒരു ഞെട്ടലുണ്ടാവാതെ സങ്കടപ്പെടാതെയും മനസ്സ് വിഷമിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നീ അതൊക്കെ ഒന്നും കൂടെ ആലോചിക്കാനും നിനക്ക് മനസ്സ് സമാധാനപ്പെടുത്താനുള്ള സമയം തന്നത്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്തായാലും അച്ഛനോട് നീ നന്ദി പറയല്ലേ മോളെ വേണ്ടത്. നിനക്കൊന്നൊരു നല്ലത് കിട്ടിയപ്പോൾ നിൻ്റെ അച്ഛൻ്റെ അടുത്തല്ലേ ഞാൻ നിന്നെ കൊണ്ടാക്കിക്കുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയാം, ഇല്ല അച്ഛാ, ഒരുപാട് സോറി, എന്നോട് ക്ഷമിക്കണം, അതൊന്നും സാരമില്ല അച്ഛൻ. എന്നാലും ഇതൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ കൈ പിടിച്ച് നേരെ കാറിലേക്ക് കയറിക്കുമ്പോൾ വീണ്ടും അലീനയ്ക്ക് സങ്കടം കേട്ടോ. എന്തിനാ വീണ്ടും നീ സങ്കടപ്പെടുന്നത്? അല്ല, എൻ്റെ പപ്പയുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും അത് കേട്ട സമയത്തല്ലേ എനിക്ക് വല്ലാത്തൊരു പേടി പോലെ. എന്തിനാ മോളെ, നിൻ്റെ സ്വന്തം പപ്പയുടെ അടുത്തേക്കല്ലേ പോകുന്നത്? വേറെ ഒരാളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞാൻ ജോലി ചെയ്യാൻ പോകുന്നതല്ലേ, നല്ലപോലെ ജോലി ചെയ്താൽ മതിയല്ലോ. ഇതിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എന്ത് പ്രശ്നങ്ങളും മോളെ? ഒരു പ്രശ്നങ്ങളുമില്ല. അല്ല, ഈ സ്റ്റാൻലി ജോസഫിനറിയോ ഞാൻ സ്വന്തം മകളാണെന്ന്? അറിയാമല്ലോ, ഞാൻ അറിയിച്ചല്ലോ. അപ്പം അദ്ദേഹം അത് വിശ്വസിച്ചുകൊണ്ടാണല്ലോ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. അച്ഛാ, അതിന് അദ്ദേഹത്തിനോട് സ്നേഹം ഉണ്ടാവുമോ? പക്ഷേ എനിക്ക് നല്ല വിഷമാവും, ഒരച്ഛൻ മകളെ വേണ്ട പോലെ സ്നേഹിച്ചില്ലെങ്കിൽ. ഞാൻ എത്ര വീണ്ടും സങ്കടപ്പെടണ്ടേ? ആ വീട്ടിലൊരു മകളുടെ സ്ഥാനം എനിക്ക് കിട്ടുമോ അച്ഛാ എന്ന് ബാലചന്ദ്രനോട് എടുത്ത് ചോദിക്കുന്നുട്ടോ. കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമം വരും. ഈ പറയുന്ന സ്റ്റാൻലി ജോസഫിന് എന്നെ നോക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഇല്ല, അവരൊക്കെ അംഗീകരിച്ച് തരുമോ? വീണ്ടും ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ഒരു കുടുംബകലഹം ഉണ്ടാവേണ്ടി വരുമോ? ഇനി എന്തെല്ലാം ഞാൻ ഫേസ് ചെയ്യണോ വെച്ചാൽ? ഒരു വീട്ടിൽ നിന്ന് ഇതെല്ലാം ഞാൻ അനുഭവിച്ചതല്ലേ, ഇനി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുമായിരുന്നു. ഇനി അതിനേക്കാളും വലിയൊരു തീക്കുണ്ടമാണോ അവിടെ എന്നെ കാത്തിരിക്കുന്നത്? അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഞാനതൊന്നും ചിന്തിച്ചില്ല, മനഃപൂർവ്വം ചിന്തിക്കാത്തതാണ്. ഇതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ജോലിയാണോ? അല്ല. സ്റ്റാൻലിയെ കണ്ട് ഞാൻ ചോദിച്ചു, തനിക്കൊരു മകളുണ്ട് അറിയാമോയെന്ന്, വേണോയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ
മറുപടി പറയാൻ 3-4 ദിവസം എടുത്തു. എന്നിട്ട് പറഞ്ഞു വേണമെന്ന്. അനിയന് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അനുഭവിച്ചതുപോലെ കുറേ വേദനകൾ അനുഭവിച്ചില്ലേ, അതുപോലെ അയാളും അനുഭവിക്കണ്ടേ? അപ്പോൾ ബാലേന്ദ്രൻ പറയാം, അനുഭവിക്കട്ടെ, പറ, ഞാൻ കുറേ അനുഭവിച്ചില്ലേ, അയാളും അനുഭവിക്കട്ടെ, അവരൊക്കെ വരുത്തി വെച്ച് വെന്നെ തന്നെയല്ലേ ഇതെല്ലാം. അപ്പോൾ അച്ഛൻ അതൊക്കെ തന്നെ പക തീർക്കാണോ? എനിക്ക് അയാളോട് ദേഷ്യമില്ല, പകയില്ല. ഒരു കാര്യം ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ വിഷമിപ്പിക്കരുതെന്ന്. അതൊന്നും കൂടെ പറയും ഞാൻ. അങ്ങനെ അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇത് ശരിയാവുമോ എന്ന് എനിക്കറിയില്ല അച്ഛാ, എനിക്ക് സങ്കടമുണ്ടെന്ന്. ബാലേന്ദ്രൻ സമാധാനിപ്പിക്കുന്നുണ്ട്, ശരിയാവില്ലെങ്കിൽ നീ തിരിച്ചു പോരണം, നിന്നെ ആരും അവിടെ പൂട്ടിയിടാനൊന്നും പോകുന്നില്ല, ധൈര്യമായിട്ടിരിക്കുന്നു. അങ്ങനെ ഇവർ നേരെ കുളത്തുപുഴയ്ക്ക് പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് തീരാ. ലാസ്റ്റ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.